ഹായ് ഹലോ, കുമരകത്തേക്കൊരു സ്റ്റേക്കേഷന് പോയാലോ? അബാദ് ലേക്ക് റിസോർട്ടിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ വരുന്നത്. റൂംസ് എല്ലാം നല്ല ട്രഡീഷണൽ ആയിട്ട് വരുന്ന കിടിലൻ റൂംസ് ആയിരുന്നു. റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കായലുകളും ഹൗസ് ബോട്ടുകളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. കുറച്ച് നേരം കായലിലെ ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം റിസോർട്ട് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ചായയും അതുപോലെ കടിയും ഉണ്ടാവും. അപ്പോൾ ഇന്ന് പരിപ്പുവടയും ചായയായിരുന്നു. അപ്പോൾ വൈകുന്നേരം സൺസെറ്റൊക്കെ നോക്കിയിരുന്നു ഞങ്ങളൊരു ചായയും കടിയൊക്കെ കഴിച്ചു. കുറേ അധികം എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. സ്വിമ്മിംഗ് പൂള്, സൈക്ലിങ്, ബാഡ്മിൻ്റന്, ടെന്നീസ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഒരു 7 മണിക്ക് ഇവിടെ ഒരു മ്യൂസിക് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതങ്ങനെ കണ്ടതിന് ശേഷം നൈറ്റ് ആയപ്പോഴത്തേക്കും സ്വിമ്മിംഗ് പൂളിലും പുറത്തേക്ക് നല്ലൊരു വ്യൂ ആയിരുന്നു. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. അതിനുശേഷം ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. വെള്ളയപ്പവും മീൻ കറിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങി കഴിച്ച് നല്ല സൂപ്പർ ഫുഡായിരുന്നു. അങ്ങനെ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ കറങ്ങി അങ്ങനെ നിന്നതിന് ശേഷം റൂമിലേക്ക് പോയി. നെക്സ്റ്റ് ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്ത് നേരെ കുമരകത്തിലേക്ക് പോയി. കുമരകത്തിൽ ബോട്ടിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഉദ്ദേശം. അങ്ങനെ കവണാറ്റിൻകര എത്തി. അവിടെ നിന്നൊരു ബോട്ട് എടുത്തു. 800 രൂപയാണ് 1 മണിക്കൂറിന് ചാർജ് വരുന്നത്. കായലുകളും വേമ്പനാടിൻ്റെ ഭംഗിയും ആസ്വദിച്ച് 1 മണിക്കൂറത്തെ യാത്ര ബോട്ടിൽ. അങ്ങനെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. അങ്ങനെ നിയർ ബൈ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കപ്പയും കരിമീനും കൊഞ്ചും ഒക്കെ കൂട്ടി നല്ലൊരു ഫുഡ് കഴിച്ചു. അതിനുശേഷം നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത യാത്രയായിട്ട് വീണ്ടും കാണാം. ബൈ.